എന്താ അഗ്നി? മഹി അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് അമ്മായി അച്ഛനോടല്ല, എന്റെ ഭാര്യയോടാണ് സംസാരിക്കാനുള്ളത്, അഗ്നി മഹാദേവിനെ നോക്കി പറഞ്ഞു. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്ക്. കള്ളും കുടിച്ചു വന്ന് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട നീ, മഹാദേവ് ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ അങ്ങ് പറയല്ലേ എന്റെ അമ്മായി അച്ഛ, ഭാര്യ ഉള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത്, അപ്പൊ ഇത് എന്റെ കൂടെ വീടല്ലേ? അഗ്നി എണീറ്റ് നിന്നുകൊണ്ട് മഹിയെ നോക്കി കളിയാക്കലോടെ ചോദിച്ചു. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്, മഹി അവനു നേരെ ഒച്ച ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? എന്റെ ഭാര്യ പറയട്ടെ. ഭാനുവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്ന ശിവയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അഗ്നി പറഞ്ഞു. ശിവയും അവനെ പകച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. അഗ്നിയുടെ വെളിവില്ലാത്ത കാട്ടിക്കൂട്ടൽ കണ്ട് മഹാദേവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ശിവക്കടുത്തേക്ക് നടക്കാൻ നിന്നവന്റെ കയ്യിൽ കയറി മഹി പിടിച്ചിരുന്നു. അഗ്നി, ഇപ്പോൾ സംസാരിക്കേണ്ട, നാളെ രാവിലെ സംസാരിക്കാം, ഇപ്പൊ പോകാൻ നോക്ക്, രാജശേഖരൻ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഇവളോട് ഞാൻ സംസാരിക്കാനാ വന്നിട്ടുള്ളതെങ്കിൽ സംസാരിച്ചിട്ടേ പോകുകയുള്ളൂ. അഗ്നിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അച്ഛ, ഒരു വഴക്കുണ്ടാക്കണ്ട ഇപ്പോ. എന്താ തന്റെ പ്രശ്നം? മഹിയോടായി പറഞ്ഞുകൊണ്ട് ശിവ അഗ്നിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കണം, അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു. ഏട്ടാ, അവർ സംസാരിച്ചോട്ടെ. കല്ലിച്ച മുഖഭാവത്തോടെ നിൽക്കുന്ന മഹാദേവനെ വിളിച്ചുകൊണ്ട് ഭാനു അകത്തേക്ക് നടന്നു. എന്താടി, നിന്റെ തന്തയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട എന്നുണ്ടോ നിനക്ക്? അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. വിട് എന്നെ, വെറുതെ കുടിച്ചിട്ട് വന്നിട്ട് എന്റെ ദേഹത്ത് തൊടാൻ നിൽക്കണ്ട, ശിവ ദേഷ്യത്തോടെ അവന്റെ കൈകൾ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഞാൻ തൊടുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിൽ അതും പറഞ്ഞ് അഗ്നി അവളുടെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു. ശിവ അവന്റെ കയ്യിൽ കിടന്ന് കുതറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ പിടുത്തത്തിൽ നിന്ന് അവൾക്ക് വേറിടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണ്, നമ്മൾ അവർക്കിടയിൽ ചെല്ലാതിരുന്നാൽ മതി. പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകനല്ലേ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫ്രണ്ടിന്റെ സ്വഭാവം എന്ന് ഓർത്തു നോക്കൂ. അകത്തേക്ക് പോയിട്ട് ഒരു സമാധാനവുമില്ലാതെ പുറത്ത് വാതിലിന്റെ അടുത്തേക്ക് തന്നെ വന്ന മഹി കണ്ടത് അഗ്നിയുടെ മടിയിലിരിക്കുന്ന ശിവയാണ്. പിന്നാലെ വന്ന ഭാനു അത് കണ്ടിരുന്നു. അതിനാൽ തന്നെ മഹിയുടെ കൈയും പിടിച്ചുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് നടന്നിരുന്നു. അവൻ നമ്മുടെ മകളെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്കെന്തോ എല്ലാം അവന്റെ അഭിനയമാണെന്ന് തോന്നുന്നു. അവന്റെ ദേഷ്യവും വാശിയും ഒക്കെ തീർക്കും പോലെ. മൈക്ക് അപ്പോഴും ആശങ്കയായിരുന്നു തന്റെ മകളുടെ ജീവിതം ഓർത്ത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവർ തമ്മിലുള്ള സ്നേഹം അറിയില്ല. നമ്മുടെ മോളും അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളുടെ കണ്ണിലുള്ള വേദനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്ക് വേണ്ടി ചിലപ്പോൾ അവൾ വേണ്ട എന്ന് വെക്കും, പക്ഷെ അവിടെയും തോൽക്കുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ അവൻ ദത്തന്റെ മകനല്ലേ, അപ്പോൾ ദേഷ്യവും വാശിയൊക്കെ അവനും ഉണ്ടാകും. ഭാനുമഹിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അയാളുടെ വേവലാതി അവസാനിച്ചിരുന്നില്ല. ഇപ്പൊ നമുക്ക് കിടക്കാം, മോൾ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി കാണും. നാളെ അവന് ബോധം വന്നിട്ട് നിങ്ങൾക്ക് സമാധാനപരമായി അവനോട് സംസാരിക്കാം, ഇപ്പൊ കിടക്കാം. ഭാനു പിന്നെയും നിർബന്ധിച്ചതും മഹി മൂളിക്കൊണ്ട് കട്ടിലിലേക്ക് കിടന്നിരുന്നു. വിടടോ, തന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് തോളിലേക്ക് മുഖമമർത്തിയിരിക്കുന്ന അഗ്നിയുടെ കവിളിലേക്ക് ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോകാടി, അവളുടെ തോളിൽ നിന്ന് മുഖമുയർത്താതെ അഗ്നി പറഞ്ഞു. ശിവയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞുപോയി അവന്റെ വാക്കുകൾ കേട്ട്. എന്റെ സ്വത്തൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്, ഇപ്പൊ വേണ്ടേ നിങ്ങൾക്കതൊന്നും? ശിവ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചുപോയി. അന്ന് എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിന്റെ അടുത്തെത്തുമ്പോഴേക്കും എനിക്ക് മുമ്പേ തന്നെ ശത്രുക്കളും നിനക്ക് അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നീ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് തന്നെ. പിന്നെ ഒരു കാലത്ത് ആഗ്രഹിച്ചവളെ കയ്യിൽ കിട്ടിയപ്പോൾ നഷ്ടപ്പെടുത്തി കളയാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ആ വാക്കുകളെല്ലാം പറയുമ്പോൾ അഗ്നിയുടെ ശബ്ദത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ശിവ ഒന്നും അവനോട് ചോദിക്കാൻ നിന്നില്ല, പക്ഷെ അവളുടെ ഉള്ളിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം തരേണ്ടത് അഗ്നി തന്നെയാണെന്ന് അവൾക്കറിയാം, പക്ഷെ ഇത് ചോദിച്ചറിയേണ്ട സന്ദർഭം ഇതല്ല എന്ന് അവൾക്ക് തോന്നി. നമുക്ക് നമ്മുടെ വീട് തന്നെ മതിയടി, വീട്ടിൽ പോകാം, ഞാൻ ഡ്രൈവറെ വിളിക്കാം. അഗ്നി അവളുടെ മുഖത്ത് നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു. ഞാൻ ഇനി അവിടേക്കില്ല, ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. ശിവ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദക്ക് നിന്നോട് ഞാൻ ഒരുപാട് തവണ സംസാരിച്ചു, വാ പോകാം വീട്ടിലേക്ക്. തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നവളെ നോക്കി അഗ്നി തന്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു.
ഇല്ല എന്ന് നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശിവയും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. അഗ്നി ഇനിയും നിനക്ക് മുമ്പിൽ അപേക്ഷിച്ചു വരും എന്നാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വേണ്ട. ഇന്ന് നീ എന്റെ ഒപ്പം വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും എന്റെ കൂടെ വരാം എന്ന് നീ കരുതേണ്ട. അഗ്നിക്കും ദേഷ്യവും വാശിയും ഒക്കെ വരാൻ തുടങ്ങിയിരുന്നു. ഇന്ന് നിങ്ങളുടെ ദേഷ്യവും വാശിയും മാത്രം വിജയിച്ചാൽ പോരല്ലോ, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ എനിക്കും വിജയിക്കണമെന്നില്ലേ? സത്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ അത് എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കും ഞാൻ അനുഭവിച്ചതെല്ലാം അറിയാം. എന്നിട്ടും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഒരിക്കൽ പോലും എന്റെ അച്ഛനെയോ അമ്മയോ കുറിച്ചോ പറയാതിരുന്നത്. അവരെന്നെ അന്വേഷിച്ചു വരും മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞോ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ കവിന് നിങ്ങൾ ആരുടെയും ഫീലിംഗ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ശിവയും അത്രയും കാലം തന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യത്തിലും വാശിയിലും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതേടി, ഇപ്പൊ എല്ലാം ചെയ്തത് ഞാൻ മാത്രമാണ്. എനിക്ക് നിന്റെ തന്തയുടെ അടുത്തേക്ക് നിന്നെ അയക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീയും ചെയ്യ്. എന്തിന് താഴ്ന്നു തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. കുടിച്ച കളിന്റെ കെട്ടെല്ലാം അഗ്നിക്കും വിടാൻ തുടങ്ങിയിരുന്നു. അവസാനമായി ഒരു തവണയും കൂടി ഞാൻ ചോദിക്കുകയാണ്, ശിവ എന്റെ ഒപ്പം നീ വരുന്നുണ്ടോ? അഗ്നി തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ശിവയുടെ ഇരു കവിളിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു. ശിവ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഇനിയും നിനക്ക് മുമ്പിൽ അഗ്നി കെഞ്ചാൻ വരും എന്നാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ അതുണ്ടാവില്ല. വെറുതെ ആവശ്യമില്ലാത്ത ചെറിയൊരു കാര്യം ഇത്രയും വലുതാക്കിയത് നീയും നിന്റെ അച്ഛനും മാത്രമാണ്. അഗ്നി ദേഷ്യത്തോടെ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് എന്നും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരാണല്ലോ തെറ്റെല്ലാം ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ചിന്താഗതി. ശിവയും അവനെ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അഗ്നി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇടറുന്ന കാലുകളോടെ പുറത്തേക്ക് നടന്നിരുന്നു. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ അവൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കിടയിൽ ഈഗോ തന്നെയാണ് പ്രധാന പ്രശ്നം. പിറ്റേ ദിവസം മഹിയോ ബാനുവോ അതിനെക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചില്ല. ശിവയെ ഒന്നും പറയാൻ നിന്നില്ല. വലിയ മാറ്റങ്ങളില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. ശിവയുടെ സംസാരം വല്ലാതെ കുറഞ്ഞിരുന്നു. അവൾ എല്ലാത്തിൽ നിന്നും പതിയെ ഉൾവലിയാൻ തുടങ്ങിയിരുന്നു. ശിവയുടെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ ബാനു ഒരുപാട് തവണ മഹിയോട് അഗ്നിയെ ചെന്ന് കാണാൻ നിർബന്ധിച്ചെങ്കിലും മഹിക്കും വാശിയായതുകൊണ്ട് തന്നെ പോകാൻ കൂട്ടാക്കിയില്ല. കൊച്ചെ എന്തെങ്കിലും കഴിക്ക്, ആകെ കോലം കെട്ടു. വെറുതെ നുള്ളിപ്പെറുക്കിയിരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ശിവ അതിന് മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു. പിന്നെ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റുകൊണ്ട് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. കൈ കഴുകി തിരിഞ്ഞപ്പോൾ ശിവക്ക് ആകെ ഒരു മങ്ങിച്ച പോലെ തോന്നാൻ തുടങ്ങി. ശരീരം ആകെ കുഴയും പോലെ തോന്നി. ഒരു താങ്ങിനെന്ന പോലെ എവിടെയെങ്കിലും പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ പതിയെ അടഞ്ഞ് ശിവ താഴേക്ക് പതിച്ചിരുന്നു. എന്തോ ശബ്ദം കേട്ടപ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്നവർ തിരിഞ്ഞു നോക്കിയത്. നിലത്ത് വീണുകിടക്കുന്ന ശിവയെ കണ്ടതും അവരൊരു നെട്ടലോടെ അവളുടെ അടുത്തേക്ക് ഓടിയിരുന്നു. ശിവയെ ആശുപത്രിയിൽ എത്തിച്ച് ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുകയായിരുന്നു. ഒന്നും കഴിക്കാത്തത് കൊണ്ടാ ഇങ്ങനെ തലകറങ്ങി വീഴുന്നത്. ശിവയെ ശകാരിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ബാനുവിന്റെ മുഖത്ത് അപ്പോഴും സംശയമായിരുന്നു. ഒരു ഡോക്ടർക്ക് രോഗിയുടെ അസുഖം മനസ്സിലാക്കാൻ വലിയ താമസമൊന്നുമില്ലല്ലോ. എങ്കിലും ടെസ്റ്റുകളുടെ റിസൾട്ട് വരാതെ ഉറപ്പുവരുത്താൻ കഴിയില്ല. കുഞ്ഞ് വിശ്രമിക്ക്, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അച്ഛ അത് മേടിച്ചു വരാം. ശിവയുടെ തലയിൽ തലവടിക്കൊണ്ട് മഹി സ്നേഹത്തോടെ പറഞ്ഞു. ഞാനും വരായേട്ടാ. തന്റെ ഉള്ളിലെ സംശയം മഹിയോട് പറഞ്ഞു തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ബാനുവും മഹിയോടൊപ്പം ചെന്നു. അഗ്നിയെക്കുറിച്ച് ഓർത്താണെങ്കിൽ മോള് വിഷമിക്കേണ്ട. മോളുടെ സങ്കടം അധികമൊന്നും കണ്ടു നിൽക്കാൻ മഹിയെ കൊണ്ട് കഴിയില്ല. അപ്പൊ അവൻ തന്നെ ഇതിനൊരു തീരുമാനമെടുത്തോളും. മുത്തശ്ശി ശിവയുടെ അടുത്തിരുന്നു കൊണ്ട് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അന്ന് രാത്രി അഗ്നി വന്നുപോയതിൽ പിന്നെയാണ് അവളുടെ മുഖത്ത് തെളിച്ചയില്ലായ്മയും ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മയും ഒക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അവർക്കിടയിലുള്ള പ്രശ്നം അവർ പരിഹരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇടപെടാതിരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ തന്നെ തോറ്റുകൊടുക്കണമെന്നൊന്നുമില്ല. അവർക്കൊന്ന് നമ്മുടെ മുന്നിൽ താഴുകയൊക്കെ ചെയ്യാം. മുത്തശ്ശി ഒരു ചിരിയോടെ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇയാളുടെ അടുത്ത് തോറ്റുകൊടുക്കുക തന്നെ വേണം. ദേഷ്യം വന്നാൽ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് പോലും അറിയില്ല. ശിവ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ ആ ദത്തന്റെ അല്ലേ വിത്ത്, ഇല്ലാതിരിക്കില്ലല്ലോ. ദത്തൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയാ അവന്റെ വിവാഹ സമയത്ത് ചെയ്തു കൂട്ടിയത് എന്ന് പോലും കണക്കില്ല. അത്രയും ദേഷ്യവും വാശിയാണ് അവന്. അപ്പൊ പിന്നെ അഗ്നി അത്ര മോശമായിരിക്കില്ലല്ലോ. മുത്തശ്ശി ഓരോന്നോർത്തുകൊണ്ട് പറഞ്ഞു. വീണ്ടും അവരുടെ സംസാരങ്ങൾ അങ്ങനെ നീണ്ടുപോയി. തുടരും.
സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.